ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സലാഡിൻ്റെ റെസിപ്പിയാണ് ABC സലാഡ്. തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്, എന്നാൽ വളരെ രുചികരവുമായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ സാലഡ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പുറംതൊലിയൊക്കെ ചെത്തി മാറ്റിയിട്ട് ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. തീരെ കനം കുറഞ്ഞിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് കട്ടിക്ക് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. 3 ക്യാരറ്റും നന്നായിട്ട് ഇപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആപ്പിളാണ്. ഞാനിപ്പോൾ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറംതൊലിയും ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് ഇനി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടേതായ ആപ്പിളും നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് നമുക്ക് ഒരു പകുതി അളവിൽ മാത്രം മതിയാവും, ഒരുപാട് നമുക്ക് ആവശ്യമായിട്ടില്ല. പ്രത്യേകിച്ച് ബീട്രൂട്ടിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ട്, അത് പലർക്കും ഇഷ്ടം ഉണ്ടാവില്ല നമ്മൾ ആ പച്ചയ്ക്ക് അതങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഒരു 5 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചിട്ട് മാത്രം ഇതിലേക്ക് ചേർക്കാം. അതല്ല ആ പച്ച ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ആവിയിൽ ഒരു 5 മിനിറ്റ് വേവിച്ചിട്ടാണ് ഇതെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ഞാനിപ്പോൾ ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ വേവിച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കാം. ഇത് 3ഉം കൂടി നന്നായിട്ട് ഇനി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം ആദ്യം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചതച്ചെടുത്ത കുരുമുളകാണ്. കുരുമുളക് പൊടി ചേർക്കരുത്, ഇതുപോലെ കുരുമുളക് ചതച്ച് വേണം ചേർക്കാനായിട്ട്. ഒരു 1/2 ടീസ്പൂൺ ചേർക്കുകയാണ്. കൂടെ 1 ടീസ്പൂൺ അളവിൽ തേനും കൂടി. ഈ തേനിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കാവുന്നതാണ്. കുറച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് തേൻ ചേർക്കാം. ഇനി വേണ്ടത് ഉപ്പാണ്, 1/2 ടീസ്പൂൺ അളവിൽ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കണം. പുളിയും ഉപ്പും കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം നാരങ്ങാനീരും ഉപ്പും ഒക്കെ ചേർത്ത് ഒന്ന് ബാലൻസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് ഒന്ന് മാറ്റാം. അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ സെർവ് ചെയ്യുന്ന ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അണ്ടിപ്പരിപ്പിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ABC സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചിനോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അതല്ല നമുക്ക് എന്തെങ്കിലും റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ അങ്ങനെ സൈഡായിട്ട് വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ABC സാലഡാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.